പഴം വെച്ച് ചെയ്യുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നോമ്പുതുറ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത പഴം എടുക്കുകയും ചെയ്യരുത്, എന്നാലും ഒരുപാട് പച്ചപ്പഴം എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പുള്ള പഴം എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉന്നക്കായൊക്കെല്ലാം ചെയ്തെടുക്കുന്ന ആ ഒരു പാകമില്ലേ, ആ പാകത്തിലുള്ള പഴമാണ് എടുക്കേണ്ടത്. ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ഉന്നക്കായ്ക്കെല്ലാം വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതായത് തൊലി കളയാതെ പഴം മുഴുവനായിട്ട് വേണമെങ്കിൽ ആവി കയറ്റിയെടുക്കാം. അപ്പം ഞാനിത് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഉള്ളിലെ സീഡെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഞാൻ വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പം ഞാനിവിടെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഉള്ളിലെ സീഡെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വേവാനായിട്ട് ഏകദേശം ഒരു 8-10 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. അതിനായിട്ട് ഞാനൊരു സോസ്പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബ്ലാക്ക് കളറിലുള്ള കിസ്മിസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം. കാരണം നമ്മുടെ തേങ്ങ ഒരുപാട് വെന്ത് ക്രിസ്പി ആയി പോകരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരും. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിവിടെ തീ ഓഫാക്കാം. അപ്പോൾ ഈ ഫില്ലിംഗ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 മിനിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ തൊലിയോട് കൂടി വെക്കുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ വെന്ത് കിട്ടും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉന്നക്കായ്ക്കെല്ലാം ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ചെറിയ അമ്മിക്കല്ലൊക്കെ ഇല്ലേ അതുകൊണ്ടൊന്ന് കുത്തിയെടുത്താലും മതി. അതല്ല ഇനി നിങ്ങൾക്ക് ഇനി അരക്കല്ലിൽ വെച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഉടച്ചെടുത്ത ശേഷം കൈ വെച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ കയ്യിൽ ഒരല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവിയ ശേഷം ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം പതുക്കെ നമ്മുടെ ചൂണ്ട് വിരലുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ഉള്ളിലേക്കൊന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് നിറക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിറച്ച് കൊടുക്കാം. 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗത്തുനിന്നും കൂടി ഒന്ന് ഇതുപോലെ മൂടി കൊടുക്കണം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. നമ്മുടെ ചൂണ്ട് വിരലുകൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് വേണം കേട്ടോ അമർത്തി കൊടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഒരുപാട് വലുതായിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ വലുപ്പത്തിൽ കാണാനാണിത് ഭംഗി. ഇനി നമുക്കിത് എങ്ങനെ പൊരിച്ചെടുക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോൺഫ്ലവറും 1 കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സേമിയ നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സേമിയക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സ്നാക്കില്ലേ അതൊന്ന് ഈ കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്ത ശേഷം മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഇത് സേമിയയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇതിങ്ങനെ സേമിയയിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം കേട്ടോ. നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് പൊരിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ഇവിടെ 4 തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കണം നമ്മൾ ഇടുന്ന സമയത്ത്. എന്നിട്ട് തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതൊട്ടും തന്നെ ഓയിലൊന്നും കുടിക്കുകയില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ക്രിസ്പിയായി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് ഒന്ന് ഗോൾഡൻ കളറിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറിൽ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. കൂടുതൽ വെക്കേണ്ട, കളർ ചേഞ്ച് ആയാൽ കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്ങിൽ അതിൽ കുറച്ച് നമ്മൾ ബാക്കി വെക്കണം കേട്ടോ. അതെനിക്ക് നേരത്തെ പറയാൻ മറന്നു പോയതാണ്. മുഴുവനായിട്ടും ഇതിൽ നിറയ്ക്കരുത്, കുറച്ചൊന്ന് ബാക്കി വെക്കണം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കൈകൊണ്ട് ഒന്നുള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കുറച്ച് 1-2 സ്പൂണ് നമ്മുടെ ആ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനും ഒരുപാട് പണിയില്ല. പിന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.